ആണ്ടവർ നാം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ 10 ദിവസത്തിൽ ആണ്ടവർക്ക് നമുക്ക് മഹിഴ്വവും അവന് നമുക്ക് സ്തുതി പണുമോ. അവൻ താൻ എല്ലാത്തിനും മേൽക്ക് മേൽ ഇരിക്കുന്നത്. ഇന്ന് എപ്പിസോഡ് 152C, അതായത് നമ്മൾ ഇന്ന് ഫിലിപ്പിയ ലേഖനം നമ്മൾ മുടിച്ചാച്ച് ഇന്ന് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായം 1-ാം വാക്യം താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് നമ്മൾ വാസിച്ചിട്ട് നമുക്ക് ആണ്ടവർ നമ്മളോട് എന്ത് ചൊല്ലുക അത് നമുക്ക് പാക്കുമ്പോൾ ആണ്ടവർക്ക് നമുക്ക് മഹിഴ്ച ചെയ്യുവാൻ തക്കോണം നമുക്ക് ഇടയാക്കും. ഇന്ന് നമ്മൾ 1-ാം അധ്യായത്തിൽ എന്നെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് இங்கே சொல்லுது, மலையாளத்தில் சொல்லுது. என்னதான் சொல்லுது? ദൈവ ഇഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. ഇங்கே അപ്പോസ്തലനായ പൗലോസ് താൻ അപ്പോസ്തലനായത് എപ്പടി എന്ന് അവൻ ഇங்கே சொல்லிடுவா. അവൻ എന്നത് അവൻ ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായത്, അതായത് അവൻ ആരുമേ ചൊല്ലിയിട്ട് അപ്പോസ്തലനായതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും അവനെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് അവനെ കൊണ്ടുവന്നതല്ല. അവൻ ദൈവ ഇഷ്ടത്തിൽ, അതായത് ആണ്ടവർക്ക് ചിത്തമായതുകൊണ്ട് താൻ അവൻ വന്ന്. കാരണം അവനെപ്പറ്റി നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് എന്നാ പഠിച്ചാച്ച് അവൻ ക്രിസ്ത്യാനികൾക്ക് ഒരു കൊലപാതകനായിരുന്ന അവൻ ക്രിസ്തു മതത്തിൽ ആര് വിശ്വസിക്കുന്നു അവരെ കൊലയ്ക്ക് കൊടുക്കുവാൻ ഒരുങ്ങിയിരുന്ന വ്യക്തി തന്നെ. അതായിരുന്നു പൗലോസ്. ആ പൗലോസ് നേരത്തെ അവൻ ഷൗലായിരുന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പേര് മാറ്റിയിട്ട് അവൻ എന്നെ പേരയച്ച് പൗലോസ് ആക്കിയിട്ട്. അവൻ പൗലോസ് എന്ന് ചൊല്ലിയാൽ ഷൗൽ എന്ന് ചൊല്ലിയാൽ രാജാവ് എന്ന അർത്ഥം വരും. ഷൗൽ എന്ന് ചൊല്ലുമ്പോൾ രാജാവ് എന്നർത്ഥം. കാരണം ആദ്യത്തെ രാജാവ്, ഇസ്രായേൽ മക്കളുടെ രാജാവ് ആര്? താൻ ഷൗൽ താൻ. അന്നേരം ഷൗൽ എന്ന് ചൊല്ലുമ്പോൾ അവൻ രാജാവ്, അവനൊരു മനസ്സിൽ ഒരു അഹങ്കാരം ഇരിക്കുക. അവൻ രാജാവിൻ്റെ പേര് താൻ കിടക്കും. എന്നാൽ പൗലോസ് എന്ന ചിന്നവൻ, അവൻ ചെറിയ മനുഷ്യൻ. അതായത് ആണ്ടവരുടെ മുമ്പിൽ അവൻ ചിന്നത്. അവൻ അടിക്കടി അത് ചൊല്ലുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് വാസിക്കാൻ പറ്റും. അവൻ ചിന്നവൻ താൻ, എല്ലാവരിലും ചിന്നവൻ. അവൻ ഏറ്റവും അവസാനം താൻ അവൻ ആണ്ടവർക്ക് ശിഷ്യനായി തീർന്നതെന്ന് അവൻ ചൊല്ലുന്നത്. കാരണം ഏറ്റവും അവസാനമായി എന്ന് നമ്മൾ വാസിക്കാൻ പറ്റുന്നുണ്ട്. അന്നേരം എങ്കിൽ നമുക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോസ്തലനായ പൗലോസ് അവൻ അപ്പോസ്തലനായത്, അല്ലെങ്കിൽ അവന് അപ്പോസ്തലനായ കാരണം എന്തെന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടത്തിൽ ആണ്ടവർക്ക് ചിത്തമായതുകൊണ്ട് താൻ അവന് അപ്പോസ്തലനായച്ച്. അത് மட்டுമല്ല. രണ്ടാമത്തെ കാര്യം ഇங்கே എഴുതിയിരിക്കുന്നത് ഇത് അവൻ മറ്റുമല്ല അവൻ മുഖാന്തരം റഷ്യയിലേക്ക് വന്ന തിമോത്തിയോസും കൂടാണ്. ഇത് രണ്ടുപേരും കൂടാണ് എഴുതുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് അവനോട് പേശി കൊടുത്തയച്ച് തിമോത്തിയോസ് അത് എഴുതിയാച്ച്. അത് നമുക്ക് ഇങ്ങനെ വചനത്തിൽ പക്ഷേ ഇങ്ങനെ ചൊല്ലുത് പൗലോസും സഹോദരനായ തിമോത്തിയോസും. ഇപ്പം അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുക നമ്മൾ വേറെ ഭാഗത്തിൽ നമ്മൾ വാസിക്കാൻ പറ്റും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ പറ്റി എന്നാ ചൊല്ലുത്? എൻ്റെ മകനായ തിമോത്തിയോസ്, എൻ്റെ പ്രിയ മകനായ തിമോത്തിയോസ് എന്ന് ചൊല്ലുമ്പോൾ അവൻ ചൊല്ലുക എൻ്റെ സഹോദരനായ തിമോത്തിയോസ്. കാരണം അവൻ ജന്മം കൊടുത്ത തിമോസ്, അവൻ ആണ്ടവർക്ക് രക്ഷയിലേക്ക് വന്ന തിമോത്തിയോസ്, അവൻ ഇപ്പോൾ അവൻ്റെ ഒരു കൂട്ടു സഹോദരനായി തീർന്നിരിക്കുകയാണ്. നമുക്ക് പാക്കാൻ പറ്റും എപ്പടി അവൻ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് പാക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ പോൾ ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൗൾ എന്ന ഞാൻ അപ്പോസ്തലനായ ആണ്ടവരായ യേശുവിൻ്റെ അപ്പോസ്തലനാണ്. അതായത് അവൻ അപ്പോസ്തലനാണ്. അപ്പോസ്തലൻ ആണ്ടവരുടെ യേശു ക്രിസ്തു മുഖാന്തരം അവൻ അപ്പോസ്തലൻഷിപ്പ് കിട്ടിയച്ച്. അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്ത് ബൈ ദ വിൽ ഓഫ് ഗോഡ്, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതല്ല, ആണ്ടവരുടെ ചിത്തമനുസരിച്ച് താൻ വന്നത്. പിന്നെ ആണ്ടവരുടെ ചിത്തമനുസരിച്ച് വന്ന അപ്പോസ്തലനെ ഞാൻ ആണ്ടവരുടെ ചിത്തം. മൂന്നാമത്തെ കാര്യം മനസ്സിലത് ഇവൻ തന്നെയല്ല ഈ കൊലോസ്യ ലേഖനം എഴുതുന്നത്. അവൻ എഴുതുമ്പോൾ അവൻ്റെ കൂടെ
കൂടെ തിമോത്തിയോസും ഉണ്ടായിരുന്നു. ആ തിമോത്തിയോസ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് എല്ലാമേ വചനം ചൊല്ലി കൊടുത്താച്ച് ആ തിമോത്തിയോസ് അത് എഴുതിയാച്ചു. ഇപ്പോൾ രണ്ട് പക്ഷേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചൊല്ലുന്നത്. ഇங்கே നമ്മൾ വാസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് താനെ എപ്പടി അപ്പോസ്തലനായി എന്ന് ചൊല്ലിയിരിക്കുക. രണ്ടാം വാക്യത്തിൽ കുരിശിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരനുമായവർക്ക് എഴുതുന്നത്. ഇங்கே എഴുതുന്നത് ആർക്ക് എന്ന് അവൻ ഇங்கே ചൊല്ലിവിട. ആർക്കാ എഴുതുന്നത്? കുരിശിലുള്ള വിശുദ്ധന്മാരും, അതായത് കൊലുസ്യ സഭയിലുള്ള വിശുദ്ധന്മാർക്ക്, അതായത് എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് എഴുതുന്നത്. വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരും. അത് മാത്രമല്ല, ക്രിസ്തുയേശുവിൽ ക്രിസ്തുയേശുവിൽ വിശുദ്ധ സഹോദരന്മാർ, അതായത് അത് കൊലുസ്യ സഭ மட்டுമല്ല, ആരൊക്കെ ആണ്ടവരായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചോ, അവനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചോ, അവർക്ക് എല്ലാവർക്കും, അതായത് ഇങ്ങനെ വിശ്വസ്ത സഹോദരന്മാർക്കും, അതായത് അത് എല്ലാ സഹോദരന്മാർക്കും, അതായത് ഇന്ന് നമുക്കും അത് വാസിക്കാൻ പറ്റുന്നത് നമ്മൾ അവൻ്റെ സഹോദരന്മാരായതുകൊണ്ടാണ് അവർക്ക് വാസിക്കാൻ. എപ്പോഴും നമ്മൾ സഹോദരന്മാരായി ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം നമ്മളും രക്ഷിക്കപ്പെട്ടാച്ച് അത് നമ്മുടെ ചിത്തമല്ല, ആണ്ടവർ നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ ആണ്ടവരെ തിരഞ്ഞെടുത്തതല്ല, ആണ്ടവർ നമ്മളെ തിരഞ്ഞെടുത്ത് എപ്പടി അപ്പോസ്തലനായ പൗലോസിനെ ആണ്ടവർ തിരഞ്ഞെടുത്തു, അതേപോലെ തന്നെ നമ്മളെയും തിരഞ്ഞെടുത്ത് നമ്മളിപ്പോൾ എന്നതായിരിക്കും വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരും മാർക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിശുദ്ധന്മാരാണ്. അന്നേരം ആണ്ടവരെ വിശ്വസിച്ച ഏവരും വിശുദ്ധന്മാരും. അത് മറ്റുമല്ല, വിശുദ്ധന്മാർക്കും എഴുതുന്നത് എന്ന് വിശ്വസ്ത സഹോദരന്മാർക്കും. വിശ്വസ്തന്മാരും വിശ്വസ്ത, അതായത് ആണ്ടവർക്ക് ചിത്തമായി ചെയ്യുവാൻ തക്കോണം, ആണ്ടവർക്ക് ഒരു സാക്ഷിയായി നിൽപ്പാൻ തക്കോണം ഒരുങ്ങിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇங்கே നമ്മൾ വാസിക്കുന്നത് ഇത് അവൻ എപ്പോഴും എഴുതുമ്പോൾ അവൻ എപ്പോഴും എഴുതും? നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ തകപ്പനായ തകപ്പനായ ആണ്ടവർ, നമ്മുടെ പിതാവായ അവൻ്റെ പക്കൽ നിന്നും ഞാനിത് എഴുതുന്നു എന്ന് കഴിഞ്ഞാൽ അവൻ എന്നിൽ ഉള്ളത് കൊണ്ട് അവൻ ദൈവത്തിങ്കിൽ നിന്നും, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും, ആ ആണ്ടവരിൽ നിന്നും നിങ്ങൾക്ക് എന്നെ கிடைക്കണം? കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ട് നമുക്ക് കൃപയും സമാധാനവും തരുന്ന ആരുതാൻ? രണ്ട് നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുന്ന എന്നെ ചൊല്ലിയിരിക്കുന്നത്, നമുക്ക് കൃപയും സമാധാനവും ആണ്ടവരായ യേശുക്രിസ്തുവിൽ നിന്ന്. അവൻ സമാധാനത്തിൻ്റെ പ്രഭു, അവൻ കൃപാലുവാണ്. അവൻ നമ്മളോട് കൃപ കാണിച്ചു. അത് മറ്റുമല്ല, തകപ്പനായ ആണ്ടവർ നമ്മളോട് കൃപ കാണിച്ചത് മൂലമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അനുപ്പിയത്. അവൻ ഈ ലോകത്തിൽ അനുപ്പിയില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും ആണ്ടവരുടെ പക്കത്തിൽ വരുവാനേ സാധ്യമായിരുന്നില്ല. കാരണം നമ്മൾ വിശ്വസ്തന്മാരല്ല, നമ്മൾ അന്യദേശക്കാർ, നമ്മൾ പരദേശികൾ. നമുക്ക് ആണ്ടവരുടെ പക്കത്തിൽ വരുവാൻ യാതൊരു യോഗ്യത. നമ്മൾ പാപികൾ, ദോഷികൾ. അതിനെപ്പറ്റി നമുക്ക് പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ തിരിയും? നമ്മുടെ അവസ്ഥ ആണ്ടവരിൽ നിന്നും വളരെ അകന്നു പോയൊരവസ്ഥയിലേക്കായിരുന്നു നമ്മളുടെ ജീവിതം. അങ്ങനെയുള്ള നമ്മളോട് ആണ്ടവർ എന്നാ ചെയ്താച്ചേ? അവൻ നമുക്ക് അവൻ്റെ കൃപയും സമാധാനവും, കാരണം അവൻ കൃപയുടെയും സമാധാനത്തിൻ്റെ ദാതാവായ ആ ആണ്ടവരുടെ സമാധാനം നിങ്ങൾക്ക് എൻ്റെ ഉണ്ടാകട്ടെ, നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അതായത് എനിക്ക് കൃപയും സമാധാനവും கிடைச்சாച്ചേ, ഞാൻ ആണ്ടവരെ വിശ്വസിച്ചപ്പോൾ, ഞാൻ ആണ്ടവരുടെ പക്കത്തിൽ വന്നപ്പോൾ, ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് ഞാൻ നടന്നപ്പോൾ ആണ്ടവരുടെ കൃപ എൻ്റെ മേൽ വന്നു. കാരണം ആണ്ടവരുടെ കൃപ ഉണ്ടായതുകൊണ്ട് ഞാൻ
ദൈവഭാഗത്ത് വന്ന് ദൈവഭാഗത്ത് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ വേണം? ആണ്ടവരുടെ കൃപ വേണം. എന്നാലും ആണ്ടവർ നമ്മൾ കൃപ പണ്ടുമ്പോൾ എന്നെ പണ്ടും നമ്മൾ എന്നാവും അന്നേരം നമുക്ക് എന്നെ കിടക്കും? സമാധാനം. അന്നേരം നമുക്ക് സമാധാനം കിടക്കും. അന്നേരം ആണ്ടവരുടെ കൃപയും സമാധാനവും നമ്മളിലുണ്ടാകും. ഇംഗ്ലീഷിൽ എന്നാ നമ്മൾ വാസിക്കുന്നത് നമുക്കൊന്ന് വാസിച്ചിടാം. ഇംഗ്ലീഷിൽ ടു ദ സെയിൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ബ്രദറൻ, ഇങ്ങനെ എഴുതിയിരിക്കുക, അവൻ എഴുതിയേക്ക് സെയിൻസ്, അതായത് എല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ പ്രിയമാനവരും, അതായത് ദൈവം സ്വീകരിച്ച എല്ലാ മക്കളും സെയിൻസിനെ അവർ ആണ്ടവർ മുഖാന്തരം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ സ്വീകരിച്ച ആ സെയിൻസ്, അതാണ് നമ്മൾ. ആൻഡ് ഫെയ്ത്ത്ഫുൾ ബ്രദർ, നമ്മൾ തിരഞ്ഞെടുത്ത് മറ്റുമല്ല, അവൻ്റെ ചിത്തമനുസരിച്ച് നടക്കുന്ന ഫെയ്ത്ത്ഫുൾ, അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസയോഗ്യമായ രീതിയിൽ ജീവിക്കുന്ന അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് എന്നാണ് சொல்லுது. സെയിൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ബ്രദറൻ ഇൻ ക്രൈസ്റ്റ്. ആരിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമെന്നാ? ഇൻ ക്രൈസ്റ്റ്, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവനാണ് അവൻ്റെ നമ്മൾ സെയിൻസ് ആണ്, നമ്മൾ പ്രിയമാനവരാണ്, നമ്മളെ തിരഞ്ഞെടുത്തവരാണ്, നമ്മളെ വിളിച്ചവരാണ്. അന്നേരം ആ സെയിൻസ് അന്നേരം എന്ന് சொல்லுது which are at Colossae, which are at Colossae, നമ്മൾ കൊലോസിലുള്ള എല്ലാ വിശ്വാസികളോടും, അവർ വിശ്വാസികളാണ്, അവർ സെയിൻസ് ആണ്, അവർ കൊലോസിയർക്ക് എഴുതുകയാണ്. എന്നാൽ ഇത് നമ്മൾ പഠിക്കുമ്പോൾ, വാസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്നാ കഴിയും? അവൻ എല്ലാ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും എഴുതുന്ന ഒരു എഴുത്താണ് ഇത്. നമ്മളിന്ന് വാസിക്കാൻ പഠിക്കും. അത് നമുക്ക് അത് പഠിക്കുമ്പം നമുക്ക് ரொம்ப കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞിരിക്കും. അവൻ ആണ്ടവർ എന്നതാണ്, ആണ്ടവർ നമ്മളോട് എന്ന കരുണ ചെയ്തിരിക്കെ, ആണ്ടവർ നമ്മളോട് എന്ന കൃപ ചെയ്തിരിക്കെ, ആണ്ടവർ നമ്മളോട് എപ്പടി നേസിച്ചിരിക്കെ, ആണ്ടവർ നമ്മളോട് എപ്പടി നമുക്ക് സമാധാനം നൽകിയിരിക്കെ, നമ്മൾ ആണ്ടവരുടെ സമാധാന മക്കളായി തീർന്നത് എപ്പോഴും? കാരണം അവൻ സമാധാനത്തെ പ്രഭുവായതുകൊണ്ട് നമുക്ക് സമാധാനം നൽകിയിരിക്കെ എന്നൊക്കെ നമുക്കിതിൽ നിന്ന് നമുക്ക് പഠിച്ചിടാം. വിച്ച് ആർ അറ്റ് കൊലോസെ, ഗ്രേസ് ബി ആൻഡ് ടു യു, നിങ്ങളുടെ അടുത്ത ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. ഗ്രേസ് ആൻഡ് ടു യു, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടായി. ഗ്രേസ് ആൻഡ് ടു യു ആൻഡ് പീസ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ചൊല്ലുക. മൂന്നാമത്, ഫ്രം ഗോഡ് അവർ ഫാദർ, ആരുടെ പക്കത്തിൽ നിന്ന്? തഹപ്പനായ ആണ്ടവരുടെ പക്കത്തിൽ നിന്ന്. അതായത് തഹപ്പനാർ എന്ന് ചൊല്ലുന്ന ആ തഹപ്പനാർ, അതായത് ഈ സകല സൃഷ്ടിയെ സൃഷ്ടിച്ച തഹപ്പനാരായ ആണ്ടവരുടെ പക്കത്തിൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഗോഡ് അവർ ഫാദർ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ലോർഡ്. രണ്ടാമത് രണ്ട് പേരുടെ പേരാണ് പറയുന്നത്, ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു, തഹപ്പനായ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പക്കത്തിൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ரொம்ப കാര്യങ്ങൾ ഇതിന് തിരിയും. നമുക്ക് പല സത്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആണ്ടവർ നമുക്ക് വചനത്തിൽ നിന്നും നമുക്ക് സത്യങ്ങളെ വെളിപ്പെടുത്തുമാറാകട്ടെ. ആണ്ടവർ നമ്മളോട് ചെയ്തിരിക്കുന്ന കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആണ്ടവർ നാമം മഹിമപ്പെടുമാറാകട്ടെ. അവൻ്റെ നാമം മഹിഴ്വും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിനായി നമുക്ക് അവനെ സ്തുതിക്കാം. അവൻ്റെ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.